ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഓർഡർ ഓഫ് ഗ്രൂപ്പ്സ് എന്നുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തത് എന്തൊക്കെയായിരുന്നു? ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് പറഞ്ഞു, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എടുക്കേണ്ടത് ഓർഡർ ഓഫ് ഗ്രൂപ്പും അതേപോലെ തന്നെ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എന്നുള്ള കേസുമാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിനാലിറ്റി എന്നുള്ള കേസാണ്. എന്താണ് കാർഡിനാലിറ്റി? കാർഡിനാലിറ്റി എന്നുള്ള ടേം നമ്മൾ പല ടോപ്പിക്കിലും കവർ ചെയ്ത് പോയിട്ടുള്ളൊരു ടേമാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസിന് പറയുന്ന പേരാണ് കാർഡിനാലിറ്റി അല്ലേ. അതേപോലെ തന്നെ ഇതിന് വേറൊരു പേരും കൂടി പറയാറുണ്ട്, ഗ്രാനുലാരിറ്റി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറ് ഗ്രാനുലാരിറ്റിയോ കാർഡിനാലിറ്റി അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഗ്രൂപ്പ്, ഇങ്ങനെ ഏത് പേരിൽ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിനാലിറ്റി ആണ്. ദ ഗ്രൂപ്പ്സ് ഓർഡർ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് കാർഡിനാലിറ്റി. അത് വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് എലമെന്റ്സ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇറ്റ്സ് എലമെന്റ്. ഇപ്പോൾ നമ്മളൊരു സെറ്റ് എടുത്തു, അതിൽ സെറ്റിലെ എലമെന്റ്സ് 1 2 3 എന്നുള്ള ഒരു സെറ്റാണ് വിചാരിക്കുക, സെറ്റ് ഓഫ് 1 2 3. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി എത്രയായിരിക്കും? 3 എലമെന്റ്സ് ആണ് അതിലുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. അതേപോലെ ഒരു സെറ്റ് എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർഡിനാലിറ്റി എത്രയായിരിക്കും? എ ബി സി ഡി ഇ എഫ് വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും അതിൻ്റെ കാർഡിനാലിറ്റി അല്ലേ. അതേപോലെ ഒരു ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കാർഡിനാലിറ്റി ഓഫ് ദി ഗ്രൂപ്പാണ്, കാർഡിനാലിറ്റി ആണ്. അപ്പോൾ സെയിം തിങ് ഫോർ ദി ഓർഡർ എന്നുള്ളതും കാർഡിനാലിറ്റി എന്നുള്ളതും ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നതും സെയിം ആണ്. Then sometimes an order can called a period എന്നും കൂടി പറയാറുണ്ട്. So in a group the order of element A is a positive integer number m. A എന്ന് പറയുന്ന order of element A is the positive integer m. Order of an element എന്ന് പറയുന്നത് is a positive integer m. The relation between A and m is described as the follows. A raised to m is equal to e. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി ആണ്, m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്, a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ ഓഫ് എലമെന്റ് ആണ്. Where a raised to m is used to specify the product of m copies of a. ഇത് ഒന്നുകൂടി പറയാം. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡർ അല്ലേ. ഓർഡർ എന്ന് പറയുന്നത് കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മോഡ് എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. സോ മോഡ് ഓഫ് ജി അല്ലെങ്കിൽ ഓർഡർ ഓഫ് ജി എന്ന് നമുക്കതിനെ സ്പെസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ അല്ലെങ്കിൽ ഓർഡർ ഓഫ് എ എന്നുള്ളത് ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്നുള്ള രീതിയിലും സൂചിപ്പിച്ച് ചെയ്യാം. ഓർഡർ ഓഫ് എ ഗ്രൂപ്പും ഓർഡർ ഓഫ് എലമെന്റും രണ്ടാണ് കേട്ടോ. ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ ടോട്ടൽ ഓർഡർ ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്ന് പറഞ്ഞാലോ ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ആ സെറ്റിലുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സിന് ഉണ്ടാവുന്ന ഓർഡറാണ് ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. വി ഡിസ്ക്രൈബ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ദി സിമെട്രിക് ഗ്രൂപ്പ് S3. അത് ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടേബിൾ വെച്ചിട്ട് ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ 6 എലമെന്റ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എത്ര ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. ഇനി ഇതിലെ എലമെന്റ്സ് ഏതൊക്കെയാ? ഇ എസ് ടി യു വി ഡബ്ല്യു, ഇതാണ് അതിലുള്ള എലമെന്റ്സ്. ഇനി ഇതിലെ ഓരോ എലമെന്റ്സിൻ്റെയും ഇപ്പൊ ഇന്റെ ഓർഡർ എത്രയാണ്, എസിന്റെ ഓർഡർ എത്രയാണ്, ടീൻ്റെ എത്ര, യുവിൻ്റെ എത്ര, വിൻ്റെ എത്ര, അതേപോലെ ഡബ്ല്യു, ഓരോ എലമെന്റ്സിൻ്റെയും എന്ത് ഫൈൻഡ് ചെയ്യണം? അതിൻ്റെ ഓർഡർ ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒന്ന് സമ്മറൈസ് ചെയ്തതാണ്. ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി, അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് മോഡ് ഓഫ് ജി, അതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നതും. ദെൻ ഓർഡർ ഓഫ് ആൻ എലമെന്റ്, ഈ ഗ്രൂപ്പിലുള്ള ഒരു എലമെന്റ് ആണ് എ എന്ന് വിചാരിക്കാം. A is an element of G is the smallest positive integer n such that a raised to n is equal to e. അതാണ് ഓർഡർ ഓഫ് ആൻ എലമെന്റ്. ഒരു എലമെന്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റേസ് ടു എൻ, എ എന്ന് പറയുന്നത് അതിലെ എലമെന്റ്, റേസ് ടു എൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പോസിറ്റീവ് ഇൻറ്റീജർ ആവാം, ഈസ് ഈക്വൽ ടു
അതിൻ്റെ ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഐഡൻറ്റിറ്റി ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നതിനേക്കാളും ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാവുക. അപ്പോൾ അവിടെ നോക്കാം, ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 1 -1 I ആൻഡ് -I എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് എത്രയായിരിക്കും? ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലേ, കാരണം 4 എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഓർഡർ ഓഫ് ആൻ എലമെന്റിന്റെ ഓർഡർ ഫൈൻഡ് ചെയ്യണം. ഇവിടെ എത്ര എലമെന്റ് ഉള്ളത്? 4 എലമെന്റ്. അപ്പോൾ ഓരോ എലമെന്റിന്റെയും ഓർഡർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കുക? ഓർഡർ ഓഫ് 1 എന്നുള്ളത് എടുക്കുക. ഓർഡർ ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ 1ന്റെ ഐഡൻറ്റിറ്റി എന്താണ്? 1 തന്നെയാണ്. സോ ഓർഡർ ഓഫ് 1ന്റെ 1 റേസ് ടു a റേസ് ടു n ഈസ് ഈക്വൽ ടു e കിട്ടണം അല്ലേ. അപ്പോൾ 1 റേസ് ടു എത്ര നോക്കിയാലാണ് നമുക്ക് 1 തന്നെ കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 1 റേസ് ടു 1 എന്ന് പറയുന്നത് എത്രയാ? 1 തന്നെയാണ്. സോ 1 എന്ന് പറയുന്നതാണ് എലമെന്റ് 1ന്റെ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത എലമെന്റ് എടുക്കാം, -1. -1ന്റെ ഐഡന്റിറ്റി 1 ആവണം എന്നുണ്ടെങ്കിൽ -1 റേസ് ടു 1 എത്രയാ? -1 ആണ്. -1 റേസ് ടു 2 എത്രയാ? -1 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു 1. സോ -1ന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്ത എലമെന്റ് എടുക്കുക, I റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I തന്നെ ആയിരിക്കും. I റേസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. I റേസ് ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -I ആണ്. I റേസ് ടു 4 എന്ന് പറയുന്നത് 1 ആണ്. സോ ദ ഓർഡർ ഓഫ് I ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. ഓക്കെ, സിമിലർലി -iൻ്റെതാണെന്നുണ്ടെങ്കിലും 4 തന്നെയാണ്. 4 ആവുമ്പോഴാണ് -iൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ ഈ 4 എലമെന്റ്സിനും ഓരോ ഐഡന്റിറ്റിയാണ് ഉള്ളത്. 1ന് 1 തന്നെയാണ് ഐഡന്റിറ്റി, -1ന് 2 ആണ് ഐഡന്റിറ്റി, iന് 4 ആണ്, -iക്ക് 4 തന്നെയാണ് ഐഡന്റിറ്റി. ഓക്കെ, അപ്പോൾ നോട്ട് ഐഡന്റിറ്റി, ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത് 1, ഓർഡർ ഓഫ് -1 എന്ന് പറയുന്നത് 2, ഓർഡർ ഓഫ് I എന്ന് പറയുന്നത് 4 ആൻഡ് ഓർഡർ ഓഫ് -i ഈസ് ഈക്വൽ ടു 4. സോ ഓർഡർ ഓഫ് ആൻ എലമെന്റും ഓർഡർ ഓഫ് ഗ്രൂപ്പും എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ.